നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന എന്നാൽ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. അതായത് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ആ പൈസ എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. ഒറ്റ വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യുന്നുണ്ടാവും, വരുമാനം കിട്ടുന്നുണ്ടാവും, ആ പൈസ അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ശമ്പളം മാത്രമായിരിക്കും അയാളുടെ പ്രധാന വരുമാനം. അത് നികുതി അടയ്ക്കുന്നുണ്ടാവും, വാടക, ഭക്ഷണം, യാത്ര, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കുന്നു. അപ്പം സേവ് ചെയ്യാൻ അതിനകത്തൊന്നുമില്ല. അതിനകത്ത് ആസ്തികളോ ലയബിലിറ്റീസോ ഒന്നും ഉണ്ടാവില്ല അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ. പക്ഷേ ഇടത്തരക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ അവരാണ് എപ്പോഴും റാറ്റ് റേസ് എന്ന് പറയുന്നതിനകത്ത് കുടുങ്ങിപ്പോകുന്ന ആൾക്കാർ. അവർക്കും പ്രധാന വരുമാനം ശമ്പളമാണ്. പക്ഷേ ശമ്പളം കൂടുന്നതനുസരിച്ച് അവർ കാറ് വാങ്ങും, ലോൺ എടുക്കും, വീട് വയ്ക്കും, അതിനെല്ലാം ലയബിലിറ്റീസ് കൂടും. അത് ആസ്തികളാണെന്ന് അവർ തെറ്റായിട്ട് കരുതുന്നതാണ്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, അതെല്ലാം ലയബിലിറ്റീസിലാണ് വരുന്നത്. ആ വാങ്ങിക്കുന്ന ആസ്തികളെന്ന് നമ്മൾ കരുതപ്പെടുന്ന വേണ്ടിയിട്ട് ഇൻകംസ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം തന്നെ അവർ ലോണൊക്കെ അടച്ച് തീർക്കുന്നു. പക്ഷേ സമ്പന്നരുടെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ്? അവർ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആസ്തികൾ നിർമ്മിക്കാനാണ്. അതായത് ഷെയർ മാർക്കറ്റിൽ, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, അതായത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് റവന്യൂസ് വീണ്ടും ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇവരുടെ ജോലിയിൽ നിന്നുള്ള ശമ്പളത്തേക്കാൾ കൂടുതൽ വരുമാനം ഈ ആസ്തികളിൽ നിന്ന് ലഭിക്കുന്നു. അതായത് റെൻ്റായിട്ടും ഡിവിഡൻ്റായിട്ടും പ്രോഫിറ്റായിട്ടും ഒക്കെ കിട്ടുന്നു. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ചിലവുകളേക്കാൾ കൂടുതലായതുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും കൂടുതൽ ആസ്തികൾ വാങ്ങുന്നു. ഇത് അവരെ കൂടുതൽ സമ്പന്നരാക്കുന്നു. പക്ഷേ സാധാരണക്കാർ ഈ റാറ്റ് റേസിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു.